നമ്മുടെ ബാംഗ്ലൂരിലുള്ള അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, ഇനി എക്സ്പീരിയൻസ്ഡ് ആയുള്ളവർക്കും അപ്ലൈ ചെയ്യാം, ഉയർന്ന ക്വാളിഫിക്കേഷനുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷാ ഫീസോ മറ്റ് കാര്യങ്ങളില്ല, എക്സാം ഇല്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിങ് സാലറി തന്നെ നിയർ 1 lakh അല്ലെങ്കിൽ 1 lakh ഉള്ള പോസ്റ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് 90,000 മുകളിൽ ഇനീഷ്യൽ സാലറി ഉള്ള പോസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇതിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി, സെലക്ഷൻ പ്രോസസ്സ്, സാലറി, പോസ്റ്റിംഗ്, ലൊക്കേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം ഇതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. കറക്റ്റ് നോട്ടിഫിക്കേഷനും അതിൻ്റെ അപ്ഡേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇത് നിങ്ങൾക്ക് മാർച്ച് 12 വന്ന നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, അഡ്വർടൈസ്മെന്റ് നമ്പർ ഇവിടെ കാണാം. റിക്രൂട്ട്മെന്റ് ഓഫ് പ്രൊജക്ട് സയന്റിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം കോൺട്രാക്ട് ബേസ് എന്ന് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, അതായത് നിങ്ങൾ നിരാശപ്പെടേണ്ട. അതായത് ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇത്തരത്തിലുള്ള അധിക ഓട്ടോണമസ് സ്ഥാപനങ്ങളിലേക്കൊക്കെ കോൺട്രാക്ട് ബേസിലാണ് റിക്രൂട്ട്മെന്റ് ഒക്കെ അധികവും നടക്കുന്നത്. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒട്ടനവധി അലവൻസും നല്ല സാലറി, നിങ്ങൾക്ക് ഇവിടെ കാണാം 90,078 രൂപയാണ് ഇതിന്റെ സാലറി വന്നിരിക്കുന്നത്. അപ്പോൾ 1 ലക്ഷത്തിന് മേലുള്ള പോസ്റ്റിൻ്റെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ കരാർ അടിസ്ഥാനത്തിലല്ലേ എന്ന് വിചാരിച്ചിരിക്കേണ്ടെന്ന് വിചാരിച്ച് പറയുന്നതാണ്. കാരണം അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അധിക ഇത്തരം പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ഓട്ടോണമസ് സ്ഥാപനങ്ങളിലൊക്കെ കോൺട്രാക്ട് ബേസിലാണ് നിയമിക്കുന്നത്. അത് ഇനീഷ്യലി 3 വർഷത്തേക്കാണ് ഇതിപ്പം വിളിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ പറയുന്നുണ്ട് അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോസ്റ്റാണ്. അപ് ടു 60 years വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഏജ് കണക്കാക്കുകയാണെങ്കിൽ 60 years ആണ് അവിടെ പറയുന്നത്. അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ പെർഫോമൻസിനനുസരിച്ചും ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഈ പറയുന്ന ആളുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അത് പെർമനന്റ് ആക്കുന്ന പോസ്റ്റുകൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അതല്ലാതെ അധികവും ഇത്തരം കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റുകളാണ് ഉണ്ടാറ്. കാരണം ഗവൺമെന്റിന് അതുകൊണ്ട് ഒരുപാട് മെച്ചമുണ്ട്. പെർമനന്റ് ആയിട്ട് കൊടുക്കുന്ന അത്രയും അലവൻസും കാര്യങ്ങളും ഇവർക്ക് കൊടുക്കേണ്ട, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളായിരിക്കാം. മേ ബി ഞാൻ എൻ്റെ ഒരു ഇതാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം. അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വർഷമായി ഇപ്പോൾ അതിലിങ്ങനെ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്കോപ്പ്, പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മറ്റു ജോലിയിലേക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞാണ്. കോൺട്രാക്ട് ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട. ഓക്കെ, ഇതിൻ്റെ സാലറി ഒക്കെ കണ്ടോ, ഇത്രയും ഉയർന്ന സാലറി ഇത്തരം ഫ്രഷേഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പ്രൊജക്ട് സയൻറ്റിസ്റ്റ് ബി എന്ന് പറയുന്ന കാറ്റഗറിയും സി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ കാണാമെങ്കിൽ ഇനീഷ്യലി 3 yearsലേക്കാണ് വിളിച്ചിരിക്കുന്നതെങ്കിലും അത് പെർഫോമൻസിനും റിക്വയർമെൻറ്റിനും അനുസരിച്ച് അത് തീർച്ചയായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണെന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഐറ്റം നമ്പർ എന്നാണ് CL നമ്പറാണ്. ഇവിടെ പ്രൊജക്ട് സയൻറ്റിസ്റ്റ് ബീൻ്റെതാണ് നമ്മൾ നോക്കുന്നത്. മന്ത്ലി കൺസൾട്ടേറ്റഡ് പേയ്മെൻ്റ് ആണ് 90,789 രൂപ ഉണ്ട്. 105 വേക്കൻസിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി ഇത് സയൻറ്റിസ്റ്റ് ബി ആണ്, സയൻറ്റിസ്റ്റ് സി വേറെ ഉണ്ട്. അപ്പോൾ ഇതിൽ കാണാം ജനറൽ 13 SC അങ്ങനെ വേക്കൻസികൾ കാണാം. 26 വേക്കൻസി ടോട്ടൽ ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഫസ്റ്റ് ക്ലാസ്, അത് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ക്ലാസ്സിന് അധികവും 60% ആണ് വരുന്നത്. ചില യൂണിവേഴ്സിറ്റി മാത്രം 65 എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള എഞ്ചിനീയറിംഗ്, അതായത് BA or BTech നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ ഡിസിപ്ലിൻ ഇതിലേക്ക് പറ്റും എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 മുതൽ 12 വരെ ഇവിടെ കാണാം. ഇതിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BA or BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാനിത് വായിക്കണമെന്ന് തോന്നുന്നില്ല, കാരണം നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവില്ല ഏതൊക്കെയാണെന്ന്. കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ ഇനി അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോ ഇതിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BA or BTech നിങ്ങൾ പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പ്രധാന സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷനാണ്, ഇത് നമ്മൾ നോക്കേ വേണ്ട. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മുൻഗണന ഉണ്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമ്പം. നിർബന്ധമില്ല. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി, നിങ്ങൾക്ക് ഇതിലേക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ പറഞ്ഞു, ജസ്റ്റ് ഒന്നത് മാക്കട്ടെ. ഓക്കെ, ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BA or BTech ഫസ്റ്റ് ക്ലാസ് കൂടി പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്, നിങ്ങൾക്ക് അതൊരു ബെനിഫിറ്റ് ആണ് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അത് ഇതിലേക്ക് യാതൊരുവിധ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ സെലക്ഷനിലേക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് എസെൻഷ്യൽ ആയിട്ട് ഇത് പറയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ BA or BTech ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ട്
ആയിട്ടുള്ള പരിഗണന ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം സീൽ നമ്പർ 2 16 വേക്കൻസിയാണ്. ഇതിൽ വിളിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഇത്രയും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഏകദേശം 17 നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, ഇത്രയും ഡിസിപ്ലിനിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ബി ഓർ ബി ടെക് ഫസ്റ്റ് ക്ലാസ് ഒരു പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കണ്ട, ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അതിൻ്റേതായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാവുന്നതാണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നിങ്ങൾക്കിവിടെ 15 വേക്കൻസി ഉണ്ട്. ഇതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്. ഇതിലും നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ബി ഓർ ബി ടെക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ബി ഓർ ബി ടെക് ഫസ്റ്റ് ക്ലാസ് ഒരു പാസ്സായാൽ മതി. ഇനി അടുത്തത് ഇതൊന്നും നിങ്ങൾക്ക് ഡിസേബിൾ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. ഡിസേബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PG ഉണ്ടോ, ഇനി ഗേറ്റ് സ്കോർ ഉണ്ടോ, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റേതായിട്ടുള്ളൊരു മുൻഗണന ഉണ്ടാവുന്നുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒന്നിൽ ഫസ്റ്റ് ക്ലാസ് കൂടി കേട്ടോ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തൊക്കെ എക്സാം ഫീ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇനി 33 വേക്കൻസിൻ്റെ അടുത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഫസ്റ്റ് ക്ലാസ് ഒരു ബി ഓർ ബി ടെക് ഉണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് മെറ്റലർജി എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ നമുക്ക് 2 വേക്കൻസി ഉള്ളൂ, അത് രണ്ടും ജനറൽ ആണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. SC/ST ഒന്നും വേക്കൻസി ഇല്ലാതെ നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ, ഇതെല്ലാം വായിക്കാതെ തന്നെ നിങ്ങൾക്കൊരു അരോചകമാണെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് ഒരുപാട് ഉണ്ട്, അതുകൊണ്ടാണ് അത് വായിക്കാതെ കേട്ടോ. 1-2 പോസ്റ്റാണ് നമ്മൾ വായിച്ച് പറയായിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ഒരു ബി ഓർ ബി ടെക് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ദെൻ അടുത്തത് 13 വേക്കൻസി എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ പ്രധാന സബ്ജക്റ്റായിട്ട് പഠിച്ച എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനോ അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ള ഏതെങ്കിലും ഡിസിപ്ലിനിൽ ബി ഓർ ബി ടെക് ഫസ്റ്റ് ക്ലാസ് ഒരു പാസ്സാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റ് സി ആണ്. ബി ആണ് നമ്മളിപ്പോൾ പറയുന്നത്. സിക്ക് എക്സ്പീരിയൻസ് എസെൻഷ്യലായിട്ട് പറയുന്നുണ്ട്, പക്ഷെങ്കിലും റിലാക്സേഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 5 വേക്കൻസിയാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഒരു ബി ഓർ ബി ടെക് നിങ്ങൾ പാസ് ഔട്ട് ആയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. പിന്നെ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഈ എക്സ്പീരിയൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന PG, ഇപ്പം നിങ്ങൾക്ക് MA or MTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം എന്താണ് എക്സ്പീരിയൻസ് റിലാക്സ് ചെയ്യും. ഇനി നിങ്ങൾക്ക് PhD ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് 3 വർഷം വരെ എന്താണ് എക്സ്പീരിയൻസിൽ റിലാക്സേഷൻ ഉണ്ടാവും. അപ്പം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സയൻറ്റിസ്റ്റ് സിയിലേക്ക് വരുമ്പോൾ 1,08,023 വരും. 32 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് റിലാക്സേഷൻ അവിടെ ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 6 വേക്കൻസി. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. നേരത്തെ പറഞ്ഞ പോലെ റിലാക്സേഷൻ ബാധകമാണ് കേട്ടോ എല്ലാ എക്സ്പീരിയൻസിലേക്കും. ഇനി അടുത്ത 4 വേക്കൻസി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും ഇൻസ്ട്രുമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ബി ഓർ ബി ടെക്കിൻ്റെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഇനി അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 12 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനോ അതല്ലെങ്കിൽ അതത് മെയിൻ ഡിസിപ്ലിനായിട്ട് അതത് ബ്രാഞ്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇനി മെറ്റലർജിയിൽ 1 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. എയറോനോട്ടിക്കലും വേക്കൻസി ഉണ്ട്. ഈ പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിലായിരിക്കണം ബി ഓർ ബി ടെക് ഫസ്റ്റ് ക്ലാസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസി. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാം വെയിറ്റേജ് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസിൽ റിലാക്സേഷൻ ഉണ്ടാവും. ഈ പറയുന്ന സയൻറ്റിസ്റ്റ് സി എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം വേണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് MA or MTech ഒക്കെ ഉണ്ടെങ്കിൽ 1 വർഷം എക്സ്പീരിയൻസ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് PhD ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 3 വർഷത്തെ വെയിറ്റേജ് തരുന്നുണ്ട് എക്സ്പീരിയൻസിൽ. അതായത് നിങ്ങൾക്കിപ്പം ഈ പറഞ്ഞിരിക്കുന്ന സയൻറ്റിസ്റ്റ് സിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PhD ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രഷേഴ്സിന് തന്നെ അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ പറയാം. നിങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സയൻറ്റിസ്റ്റ് സിയിലേക്ക്. ബിയിലേക്കാണെങ്കിൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി SC/ST ആണെങ്കിൽ 5 വർഷം വരെയും, OBCക്ക് 3 വർഷം വരെയും, PWD കാൻഡിഡേറ്റ്സിന് 10 വർഷം വരെയൊക്കെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഫയൽ സൈസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 500 KB കൂടാൻ പാടില്ല. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അതിൻ്റെ ഒരു സ്കാനിങ് DPI .per-inch എന്ന് പറയുമ്പോൾ 200 DPI വേണമെന്നാണ്. അറ്റ്ലീസ്റ്റ് നല്ല ക്ലിയർ വേണം, എലിജിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
പിന്നെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അതുപോലെ മറ്റു ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾക്ക് എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. പിന്നെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 30 KB കൂടാൻ പാടില്ല. 110x140 ആയിരിക്കും പിക്സൽ ആയിരിക്കണം ഡയമെൻഷൻ. അതൊക്കെ നമ്മുടെ ഈസി ടൂളിൽ പോയിട്ട് നിങ്ങൾക്ക് അത് ഡയമെൻഷൻ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. 30 KB ആണ്. 110x150 തന്നെ ആയിരിക്കണം അതിൻ്റെ ഡയമെൻഷനും. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് അല്ല നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണോ ഉള്ള ചാക്ക് നിങ്ങൾ വെക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ നോക്കണ്ട. അതായത് ഈ പറയുന്ന NOC മറ്റു കാര്യങ്ങൾ നോക്കണ്ട. നിലവിൽ വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസബിലിറ്റി അല്ലെങ്കിൽ SC ST OBC കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയതായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടി വരിക. ഇത്രയുമാണ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇതിലേക്കുള്ള സെലക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് എക്സാം കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. ഇതിലേക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണുള്ളത്. ഒന്ന് നമുക്ക് അവർ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രീനിങ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷകളൊക്കെ അവർ സ്വീകരിച്ചിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഏജ് ആയാലും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയാലും ഹയർ ക്വാളിഫിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, നിങ്ങളൊന്ന് ഒരു ചെറിയൊരു ഷോർട്ട് ലിസ്റ്റ് അവരുണ്ടാക്കും. ആ ഷോർട്ട് ലിസ്റ്റിനെ വീണ്ടും എന്ത് ചെയ്യും, ഒരു ടെക്നിക്കൽ സ്ക്രീനിങ് എന്ന് പറയുന്ന സ്ക്രീനിങ്ങിലൂടെ വീണ്ടും എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെയും നിങ്ങൾ ഏത് മേഖലയിലാണ് എക്സ്പീരിയൻസ് എന്നൊക്കെയുള്ള അടിസ്ഥാനമാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിന് കുറച്ച് കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അതിൽ മേ ബി ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിംഗിൾ ക്രൈറ്റീരിയ ആയിരിക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്പിൾ ആയുള്ള രീതി ആയിരിക്കാം. അപ്പോൾ അവർ ആദ്യം നോക്കുന്നത് ഒന്നെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസും ഹയർ ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, ലിസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, മേ ബി അവരെന്ത് ചെയ്യും, എക്സ്പീരിയൻസിൻ്റെ ഫീൽഡ് അവർ നോക്കും. മേ ബി അവരെന്ത് ചെയ്യും, ഡിസേബിൾ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നീറ്റായിട്ട് കൊടുക്കണം. പിന്നെ ഇനി എന്തെങ്കിലും ടെക്നിക്കൽ കമ്മിറ്റിയിൽ അവർ ഈ പറയുന്ന ISRO, ബാർക്ക് അല്ലെങ്കിൽ DRDO എന്നൊക്കെയുള്ള എക്സ്പേർട്ടിനെ ടെക്നിക്കൽ എക്സ്പേർട്ടിനെ അവരെന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അവരുടെ സജഷൻ അവരെന്ത് ചെയ്യും, നോക്കും. പിന്നെ അവർ ഈ പറയുന്ന ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, ഒരു 10-15 മിനിറ്റുള്ള ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തും. ഡിപ്പെൻസ് ഓൺ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സും അതുപോലെ ഉയർന്ന കുറേ ക്വാളിഫിക്കേഷനിലൊക്കെ വന്നാലനുസരിച്ച് അത് മാറ്റുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ടെക്നിക്കൽ സ്ക്രീനിങ് പാടെ കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഡീറ്റെയിൽഡ് ഫൈനൽ പേഴ്സണൽ ഇൻ്റർവ്യൂയിലേക്ക് വരുന്നത്. ഓൺലൈൻ ഇൻ്റർവ്യൂ പാടെ കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനടിസ്ഥാനമാണ് മെയിനായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം എന്നുള്ള പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലോസിംഗ് ഡേറ്റ്, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏപ്രിൽ 21 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതായത് ഏപ്രിൽ 21 4 മണി വരെ, ഈവനിങ് 4 മണി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന സാലറിക്ക് പുറമെ ഇവിടെ കണ്ടോ അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഒട്ടനവധി ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിങ്ക് കാര്യങ്ങളും തരാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാം അഡാ റിക്രൂട്ട്മെൻറ്റ് 2025 137 പ്രൊജക്ട് സയൻറ്റിസ്റ്റ് പോസ്റ്റാണ്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ്, നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് കിട്ടും. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതാ അതിന് പുതിയ ടാബാക്കി. ഓക്കെ, യെസ്, ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് ഞാൻ സൂം ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം രജിസ്ട്രേഷൻ എന്ന് പറയാം. അതായത് ആദ്യമായിട്ട് വരുന്നെങ്കിൽ രജിസ്ട്രേഷനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള പേജുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പേഴ്സണൽ ഡീറ്റെയിൽസ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ, പാസ്വേഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് അങ്ങനെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പോവുക. ഇനി നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് നമ്പറാണ്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ മെനുവിൽ ഇവിടെ ഒരു ഈസി ടൂൾ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് താങ്ക്സ് എന്നുള്ള ബട്ടൺ യൂസ് ചെയ്യാം, അതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മെമ്പർഷിപ്പ് ഇടുക, അതിനൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ അനുസരിച്ച് നമ്മൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.